മഹാലക്ഷ്മി സീരിയലിലെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വാമദേവൻ പ്രതാപനോട് ചോദിക്കുന്നു, നിനക്ക് എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മയാണ് വന്നിട്ട് പോയത്. അമ്മയുടെ സകല സ്വത്തുക്കളും ആ മറ്റവൻ അടിച്ചുകൊണ്ട് പോയെന്ന് നിന്റെ അനന്തരവൻ എന്ന് പറയാണ് പ്രതാപൻ. എൻ്റെ മകളെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എൻ്റെ അമ്മയാണെങ്കിൽ സ്വത്തുക്കളും സ്വർണങ്ങളെല്ലാം അവൻ്റെ പേരിൽ എഴുതി കൊടുത്തു എന്ന് പറയാണ്. അവൻ്റെ അച്ഛൻ്റെ കൊലയാളിയുടെ മോളെ തിരികെ വിളിക്കാൻ എൻ്റെ അമ്മ ചെയ്ത മണ്ടത്തരമാണെന്ന് ഇത് കേൾക്കുന്ന വാമദേവൻ പറയുന്നുണ്ട്, അതിനെന്താ കുഴപ്പം, അത് നിന്റെ മരുമകന് തന്നെയല്ലേ കൊടുത്തത്. പ്രതാപൻ പറയുന്നുണ്ട്, ഓ ഒരു വലിയ മരുമോൻ, അവൻ ആ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ഉണ്ടായിട്ട് പോലും എൻ്റെ മകൾക്ക് വേണ്ടി ഒരു കാലണ പോലും ചെലവാക്കിയിട്ടുണ്ടോ? എൻ്റെ മോൾ ഇപ്പോഴല്ല, ഇതിന് മുൻപേ വിശേഷം അറിയിച്ചതാണ്. എന്നിട്ട് പോലും അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അവൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതെല്ലാം നിന്റെ അമ്മയ്ക്കും അറിയാമല്ലോ, എന്നിട്ട് പിന്നെ എന്തിനാ അവൻ്റെ പേരിൽ സ്വത്തും പണമെല്ലാം എഴുതി കൊടുത്തതെന്ന് ചോദിക്കുകയാണ് വാമദേവൻ. ഇത് കേൾക്കുന്ന പ്രതാപൻ പറയുന്നു, അതാണ് എൻ്റെ അമ്മക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നു. വാമദേവൻ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് നമുക്ക് നല്ല കാലമല്ല പ്രതാപ, അതുകൊണ്ട് വരുന്നത് വരട്ടെ എന്ന് പറയുന്നു. എന്തായാലും ഇതിനെല്ലാം കാരണക്കാരൻ നീ തന്നെയാണ്. നിനക്ക് കുറച്ചു നാൾ ഭ്രാന്തായിരുന്നല്ലോ, ആ ഭ്രാന്താണ് നമ്മളിവിടെ എത്തിച്ചതെന്ന് പറഞ്ഞ് വാമദേവൻ ആകെ പൊട്ടിത്തെറിക്കുകയാണ്. പിന്നീട് കരുണയാണെങ്കിൽ ദുർഗയുടെ അടുത്തേക്ക് വരുന്നു. ദുർഗ ആണെങ്കിൽ കരുണയെ ചോദിക്കുമ്പോൾ എന്ത് വേണമെന്ന് ചോദിക്കുകയാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ നിനക്ക് പണിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീടെല്ലാം ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കൂ. ഈ സമയത്ത് കുനിയുന്നതോ നിവരുന്നതൊക്കെ നല്ലതാണ്. നീ അടുക്കളയിൽ നിൽക്കുന്നതിനോട് എനിക്ക് തീരെ അഭിപ്രായമില്ല. ഇന്നലെ വരെ ഞാൻ നിനക്കൊപ്പം ഉറച്ചു നിന്ന കൂട്ടത്തിലാണ്, ഇനി അങ്ങനെയല്ല. എൻ്റെ മോൻ നിന്നെ തിരികെ കൊണ്ടുവന്നത് നിന്റെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ എനിക്ക് അവനോട് പോലും ദേഷ്യമാണ്. എൻ്റെ ജീവിതം ഇരുട്ടിലാക്കിയത് നിന്റെ അച്ഛനും എൻ്റെ ആങ്ങളെയും കൂടിയാണെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ നടന്ന കാര്യമല്ലേ അമ്മേ, എത്ര വയസ്സായാലും അയാളുടെ വിത്തല്ലേ നീ എന്ന് ദുർഗ തുറന്നടിക്കുകയാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, കണ്ണനും ലക്ഷ്മിയും തന്നെയാണ് ശരിയെന്ന്. അതുകൊണ്ട് ഇനി എൻ്റെ കണ്ണനെ വെറുക്കാനോ വേദനിപ്പിക്കാനോ ഞാൻ തയ്യാറല്ല എന്ന് പറയാണ്. ഇതെല്ലാം ദുർഗ പറയുന്നത് കേട്ട് ദുർഗയോട് ചെറിയ ദേഷ്യം തോന്നുകയാണ് കരുണയ്ക്ക്. പിന്നീട് കണ്ണനാണെങ്കിൽ ഫുഡ് കഴിക്കാനെല്ലാം വരികയാണ്. കണ്ണനെ കാണുമ്പോൾ ദുർഗയാണെങ്കിൽ വളരെ സ്നേഹത്തോടുകൂടി, വാമോനെ ഭക്ഷണം കഴിക്കാൻ, മോന് ഇഷ്ടമുള്ളതെല്ലാം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കുന്നതൊന്നും നിനക്ക് വിശ്വാസമില്ല എന്നറിയാം, അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് മോൻ്റെ മുന്നിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിൽ നിന്നും കുറേശ്ശെ എടുത്ത് ടേസ്റ്റ് ചെയ്യണം. ഇത് കാണുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, വേണ്ട, ഇത്രയും സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അമ്മ മാറിയില്ലെങ്കിൽ പിന്നെ അമ്മയെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ, മോൻ എന്നെ സംശയമില്ലെങ്കിലും മോൻ്റെ ഭാര്യക്കും അനന്തനും ലേഖക്കും ഒന്നും അങ്ങനെയല്ല എന്നോടെന്ന് പറയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, ഇപ്പോൾ വിളമ്പി വെച്ച് തരുന്നത് സ്വന്തം അമ്മ തന്നെയാണെന്ന് പറയുമ്പോൾ കണ്ണൻ വളരെ സന്തോഷമാവുകയാണ്. അതേസമയം കരുണയാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ അവിടേക്ക് വരികയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ പണ്ട് ദുർഗ കണ്ണനെ നോക്കിയ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നെ ദുർഗയോടെ ആയിട്ട് പറയാണ്, എൻ്റെ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് പുതിയൊരു അമ്മയെ കിട്ടിയതാണ്. എന്നോട് എത്ര സ്നേഹമായിരുന്നു അമ്മ എന്നെ ലാളിച്ചതും സ്നേഹിച്ചതെല്ലാം എനിക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ അമ്മ എന്നെ വിട്ട് പോയപ്പോഴും എനിക്ക് ഈ അമ്മയെ കിട്ടിയപ്പോൾ ആ സ്നേഹമെല്ലാം എനിക്ക് തിരികെ കിട്ടിയതുപോലെ തന്നെയാണ് തോന്നിയത്. പക്ഷേ അച്ഛൻ്റെ മരണത്തോടുകൂടി അതെല്ലാം മാറി മറഞ്ഞു. അതോടുകൂടി അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലാതായി. ഇനി എപ്പോഴെങ്കിലും അമ്മ എന്നെ അതുപോലെ സ്നേഹിക്കുമോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ട ദുർഗയാണെങ്കിൽ കണ്ണൻ്റെ മുന്നിൽ പൊട്ടി കരയാണ് ചെയ്യുന്നത്. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം മോനെ, ഇനി ഒരിക്കലും എൻ്റെ മോനെ ഞാൻ വിഷമിപ്പിക്കില്ല, എൻ്റെ പൊന്നു മോൻ്റെ അമ്മ തന്നെയാണെന്നെല്ലാം പറയുകയാണ് ദുർഗ. ഇതെല്ലാം പറയുന്നത് കേട്ട കണ്ണനും ചെറിയ സങ്കടം വരികയാണ്. പിന്നീട് വാമദേവനും പ്രതാപനുമാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ചെയ്ത പരിപാടി നമുക്ക് തന്നെ വിനയായിട്ട് വന്നല്ലോ എന്നും നമ്മളുടെ ശത്രുക്കളാണെങ്കിൽ അതീവ ശക്തരായിട്ട് തന്നെ മുന്നേറുകയാണെന്നും പ്രതാപൻ പറയുകയാണ്. പിന്നീട് കരുണയാണെങ്കിൽ ഇപ്പോൾ ഉണ്ണിക്കൊപ്പം കമലേശ്വരത്താണല്ലോ താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ അമ്മയുടെ സ്വത്തുക്കളെല്ലാം ഉണ്ണിക്ക് കൊടുത്തതിൻ്റെ ചെറിയൊരു മനസാക്ഷി അവനുണ്ടാവാതിരിക്കില്ലല്ലോ. അവൻ കണ്ണനോട് പറഞ്ഞ് നമ്മളുടെ നഷ്ടപരിഹാര തുക എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ സാധ്യത ഉണ്ടാവുമെന്നെല്ലാം പറയാണ്. ഇത് കേൾക്കുന്ന വാമദേവൻ പറയുന്നുണ്ട്, അങ്ങനെ എങ്ങാനും വല്ല സംഭവം നടക്കുമോ, അല്ലെങ്കിൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് തന്നെ കാണാമെന്നെല്ലാം പറഞ്ഞ് ആശ്വസിക്കുകയാണ് രണ്ടുപേരും. പിന്നീട് കരുണയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ നഷ്ടപരിഹാര തുകയ്ക്ക് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്തുകൂടെ ഉണ്ണിയേട്ട കണ്ണേട്ടനോട് പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല, ഈ കാര്യത്തിൽ ഞാൻ കണ്ണേട്ടൻ്റെ ഒപ്പം തന്നെയാണ്. നിൻ്റെ അച്ഛൻ ആ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തന്നേ പറ്റൂ, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് തുറന്നടിക്കുകയാണ് ഉണ്ണി. ഇത് കേൾക്കുന്നതോടെ ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായി പോവുകയാണ് കരുണ. അങ്ങനെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളെല്ലാം വളരെ ത്രില്ലിംഗായ എപ്പിസോഡുകളാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. മറ്റൊരു ത്രില്ലിംഗായ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.